പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച സഭ പ്രക്ഷുബ്ധമായിരുന്നു. പതിവുപോലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ അന്ന് വൈകിട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത്. ഇതിനിടയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ദേശീയ താൽപ്പര്യത്തിൽ ഐക്യത്തിന്റെ ആവശ്യകതയോടുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇതിനുശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ കാണുന്ന സ്ഥിരം കാഴ്ചകൾ തന്നെ നടന്നു. പതിവുപോലെ തുടർച്ചയായി സഭ നിർത്തിവയ്ക്കൽ, വാക്കൌട്ട്, ആരോപണങ്ങൾ എന്നിവ നിരന്തരമുണ്ടായി. അതിനിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണമുന്നണിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. മന്ത്രിമാർക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ അവസരം നൽകുകയും തന്നെ സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടി, ഓപ്പറേഷൻ സിന്ദൂർ, തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിൽ നടന്ന പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ ചില പ്രധാന വിഷയങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. പതിവ് തടസ്സങ്ങളോടെ പാർലമെന്റ് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരത്തോടെ കഥ മാറി. വൈസ് പ്രസിഡന്റ് ധൻഖറിന്റെ രാജി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അമ്പരപ്പിച്ചു. മുഴുവൻ കഥയുടെയും ഗതിമാറ്റുന്ന ഒന്നായി ആ രാജി മാറി. 74കാരനായ ധൻഖർ 2022 ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത്. 2027 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി. എന്നാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്നുള്ളതാണ്. ചോദ്യങ്ങൾ നിരവധി ഉയരുന്നുണ്ട്. അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നടന്ന പണമിടപാട് കേസിൽ ധൻഖർ തിടുക്കം കാണിച്ചതാണോ അദ്ദേഹത്തിന്റെ രാജിക്ക് യഥാർത്ഥ കാരണമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഈ സമയത്ത് ജുഡീഷ്യറിയുമായി ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കാത്ത സർക്കാരിന്റെ തന്ത്രത്തിന് വിരുദ്ധമായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾ. പാർലമെന്റിന്റെ നടപടികൾക്കിടയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ പോലും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു അതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത്. എന്താണ് അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം? ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ പുറം ലോകമറിയാത്ത എന്തെങ്കിലും വസ്തുതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇത് സംബന്ധിച്ച് ദേശീയ മാധ്യമമായ ആജ് തക്ക് വിശദമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതായി രാത്രി 9:25 ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് ആരോഗ്യം മാത്രമല്ല പ്രശ്നം എന്നാണ്, മറ്റെന്തോ ഉണ്ട്. രാജ്യസഭയിൽ അന്നേ ദിവസം നടന്ന മുഴുവൻ യോഗങ്ങളിലും നടപടിക്രമങ്ങളിലും ധൻഖറിന് അസുഖം ബാധിച്ചതായി കാണപ്പെട്ടിരുന്നില്ല എന്നാണ് പാർലമെന്റ് അംഗങ്ങൾ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം അനാരോഗ്യത്തിന്റെ ഒരു സൂചനയും നൽകുകയും ചെയ്തിരുന്നില്ല. രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ധൻഖർ ദിവസം മുഴുവൻ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുകയും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന തീരുമാനങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളെയും കണ്ടിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹം എന്തെങ്കിലും പ്രശ്നത്തിലാണെന്നോ രാജിവെക്കാൻ പോവുകയാണെന്നോ ഒരു സൂചനയും ആർക്കും നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ധൻഖറിന്റെ പെട്ടെന്നുള്ള രാജി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഈ സംഭവ വികാസത്തോട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് MP ജയറാം രമേശ് പറഞ്ഞത്. ജഗ്ദീപ് ധൻഖർ തന്റെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുക തന്നെ വേണമെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എക്സിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായ ഈ രാജി കൂടുതൽ ദുരൂഹത ഉയർത്തുന്ന എന്തിലേക്കോ വിരൽ ചൂണ്ടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇത് ഊഹാപോഹങ്ങൾക്കുള്ള സമയമല്ല എന്നും ജയറാം രമേശ് വ്യക്തമാക്കി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ധൻഖർ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം നിശ്ചയിച്ചിരുന്നതായും ജയറാം രമേശ് പറഞ്ഞു. സർക്കാരിനും പ്രതിപക്ഷത്തിനും ധൻഖർ പാർലമെന്റിൽ തുല്യ മറുപടിയാണ് നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗം അദ്ദേഹം വിളിച്ചിരുന്നു. ബുധനാഴ്ച ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്താൻ പോവുകയാണെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ജൂലൈ 22 സഭാ നടപടികൾക്കായി തയ്യാറെടുക്കുകയായിരുന്ന ഉപരാഷ്ട്രപതി ജൂലൈ 21 രാത്രി 9:25 പെട്ടെന്ന് രാജിവെക്കാൻ ഇടയായതിന് കാരണം എന്താണ്? തിങ്കളാഴ്ച എന്താണ് സംഭവിച്ചത്? തിങ്കളാഴ്ച രാജ്യസഭാ നടപടികൾ വൈകുന്നേരം 4:36 നിർത്തിവച്ചത്. എന്നാൽ അതിനു മുൻപ് ഒരു വലിയ സംഭവം നടന്നിരുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം തനിക്ക് ലഭിച്ചതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ സ്ഥിരീകരിച്ചു. അതിൽ 50-ലധികം MPമാരുടെ ഒപ്പുകളുണ്ട്. ഇതോടെ ജഡ്ജിമാരുടെ അന്വേഷണത്തിനായുള്ള നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സമാനമായ ഒരു നിർദ്ദേശം ലോക്സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. തുടർന്ന് അത് സ്ഥിരീകരിക്കാൻ സെക്രട്ടേറിയറ്റിനോട് ധൻഖർ നിർദ്ദേശിച്ചു.
ലോക്സഭയിലും ഈ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് മേഘ്വാൾ സ്ഥിരീകരിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധൻഖർ സെക്രട്ടേറിയറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ജഡ്ജിമാർക്കെതിരെയുള്ള അന്വേഷണ നിയമപ്രകാരം ഇരു സഭകളിലും ഒരേ ദിവസം നോട്ടീസ് നൽകിയാൽ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും ചേർന്ന് ഒരു സംയുക്ത സമിതി രൂപീകരിക്കുമെന്നും ധൻഖർ വ്യക്തമാക്കുകയുണ്ടായി. ലോക്സഭയിൽ അവതരിപ്പിച്ച നിർദ്ദേശം ദ്വികക്ഷിപരമായിരുന്നു. അതായത് BJP അംഗങ്ങൾ ഉൾപ്പെടെ 152 എംപിമാരുടെ ഒപ്പുകൾ അതിലുണ്ടായിരുന്നു. അതേസമയം രാജ്യസഭയിൽ കൊണ്ടുവന്ന നിർദ്ദേശത്തിൽ പ്രതിപക്ഷ എംപിമാർ മാത്രമാണ് ഒപ്പിട്ടിരുന്നത്. ഇതിനിടെ രാജ്യസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന നിർദ്ദേശം സഭാ ചെയർമാനായ ഉപരാഷ്ട്രപതി അംഗീകരിച്ചത് ഭരണകക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പല വിദഗ്ധരും സൂചനകൾ നൽകുന്നുണ്ട്. ഭരണഘടനാ വിദഗ്ധനും നീതിന്യായ പരിഷ്കാരങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്നവനുമായ ധൻഖർ യശ്വന്ത് വർമ്മയുടെ കേസ് മുന്നിലെത്തിയപ്പോൾ നിയമപരമായി തന്നെ പോകട്ടെ എന്ന് ചിന്തിച്ചിരിക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഭവമുണ്ടായി. BJP രാജ്യസഭാ നേതാവ് JP നദ്ദ ആ ചർച്ചയ്ക്കിടയിൽ ഇടപെടുകയായിരുന്നു. അദ്ദേഹം ഇടപെട്ടതിന് പിന്നാലെ ധൻഖറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നദ്ദ സഭാ അധ്യക്ഷൻ ഒന്നും രേഖപ്പെടുത്തുന്നില്ലെന്നും ഞാൻ പറയുന്നത് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എന്നും പറയുകയായിരുന്നു. ഇത് ധൻഖറിനെ അപമാനിക്കുന്നതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ തൻ്റെ പരാമർശം സ്പീക്കറിന് വേണ്ടിയല്ലെന്നും പ്രതിപക്ഷ എംപിമാർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് നദ്ദ അതിൽ നിന്നും തലയൂരാനുള്ള ശ്രമങ്ങൾ നടത്തി. സഭയിൽ BJPക്കെതിരെ ബീഹാറിൽ നിന്നുള്ള ലോക്സഭാ MP പപ്പു യാദവ് ആ സമയത്ത് രംഗത്തെത്തി. BJP ഭരണഘടനയെക്കുറിച്ചോ ജനാധിപത്യ മൂല്യത്തെക്കുറിച്ചോ ശ്രദ്ധിക്കുന്നില്ലെന്നും ധൻഖർജി നിഷ്പക്ഷമായി പ്രവർത്തിച്ചപ്പോൾ അത് ഭരണകക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നദ്ദയുടെ പരാമർശം വ്യക്തിപരമായ അധിക്ഷേപമായി അദ്ദേഹം കണക്കാക്കിയെന്ന വിവരങ്ങളാണ് അതിനുശേഷം പുറത്തു വന്നത്. അല്ലാതെ ഉപരാഷ്ട്രപതി രാജി സമർപ്പിച്ചതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. രാജ്യസഭയിലെ ബിസിനസ് ഉപദേശക സമിതിയുടെ 2ാം യോഗത്തിൽ JP നദ്ദയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഹാജരാകാതിരുന്നത് വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖറിനെ വേദനിപ്പിച്ചതായി കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യവാനാണെന്നും പതിവ് പോലെ സന്തോഷത്തോടെയാണ് അദ്ദേഹം പാർലമെന്റ് നടപടികൾ നടത്തിയതെന്നും കോൺഗ്രസ് MP വിവേക് തൻഖ പറഞ്ഞു. എന്നാൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് എന്തോ സംഭവിച്ചു. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അത് സർക്കാരിനെയും ഒരുപക്ഷെ അസ്വസ്ഥനാക്കിയേക്കാം. ഇതാണ് കോൺഗ്രസ് MP ചൂണ്ടിക്കാട്ടിയത്. ഉച്ചയ്ക്ക് 12:30 നടന്ന ആദ്യ യോഗത്തിൽ JP നദ്ദയും കിരൺ റിജിജുവും പങ്കെടുത്തു. ആ യോഗത്തിൽ തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ 2ാമത്തെ യോഗം വൈകുന്നേരം 4:30 വീണ്ടും വിളിക്കാൻ തീരുമാനിച്ചു. എന്നാൽ 2ാമത്തെ യോഗത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്രമന്ത്രി L മുരുകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നദ്ദയും റിജിജുവും പങ്കെടുത്തില്ല. ചുരുക്കത്തിൽ ജുഡീഷ്യറിയോടുള്ള ധൻഖറിൻ്റെ മനോഭാവം സംഘർഷഭരിതമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഉടനടി നടപടിയെടുക്കുകയും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് സർക്കാരിനെ അസ്വസ്ഥരാക്കിയിരിക്കാമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരും അതുപോലെ പ്രതിപക്ഷവും പറയുന്നത്. അതേസമയം ജൂലൈ 21-ന് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഔദ്യോഗികമായി ജസ്റ്റിസ് എന്ന് അഭിസംബോധന ചെയ്യാതെ പേര് ഉപയോഗിച്ചതിന് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള 2-അംഗ ബെഞ്ച് ഹർജിക്കാരനായ അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയെ ശാസിക്കുകയും ചെയ്തു. സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാതെയാണ് ഉപരാഷ്ട്രപതിയായ ധൻഖർ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ നിർദ്ദേശം അംഗീകരിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതുണ്ടെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനം താൻ രാജിവയ്ക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനയച്ച രാജിക്കത്തിൽ ധൻഖർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് ഷെയർ ചെയ്ത ഒരു പോസ്റ്റിൽ ജഗ്ദീപ് ധൻഖറിൻ്റെ രാജി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്ത തീരുമാനപ്രകാരമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ പോസ്റ്റിൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 2025 ജൂലൈ 23 രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് ഒരു ദിവസത്തെ സന്ദർശനം നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:53 ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് അപ്പോഴും ഉപരാഷ്ട്രപതിയുടെ രാജിയുടെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ ടുഡേ TVയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വൈസ് പ്രസിഡന്റ് ധൻഖറിനെ വൈകുന്നേരം 7:30 വിളിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും നാളെ സംസാരിക്കാമെന്നും ധൻഖർ മറുപടി നൽകുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കും 4:30 ഇടയിൽ വളരെ ഗുരുതരമായ എന്തോ ഒന്ന് സംഭവിച്ചുവെന്നും അതുകൊണ്ടാണ് നദ്ദയും റിജിജുവും 2ാമത്തെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നതെന്നും ജയറാം രമേശും
മറ്റ് പ്രതിപക്ഷ കക്ഷി പ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്.